യാത്രക്കാരെ വലച്ച ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ 5 കിലോമീറ്ററാണ് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം അഴിയാക്കുരുക്കുണ്ടായത്. ഇന്ന് ഉച്ചയോടെ മാത്രമാണ് ഗതാഗത കുരുക്കിന് നേരിയ ശമനമുണ്ടായത്. കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30-ക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം മണി 10-ആയി. കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളത് 3 വയസ്സേ ഉള്ളൂ. കുട്ടികളിൽ നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 4 മുതൽ 6 മണിക്കൂർ ഇങ്ങനെ നടുറോഡിൽ കുടുങ്ങിയവർ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്ര. ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ലെന്ന് ലോറി ഡ്രൈവേഴ്സ് പറയുന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഭാഗത്തായിരുന്നു രാത്രി മുതൽ വൻ ഗതാഗത കുരുക്ക്. പ്രശ്നം ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണവുമാണ് സാഹചര്യങ്ങൾ വഷളാക്കിയത്. ടോളുകളിൽ പണം പിഴിഞ്ഞെടുക്കാൻ കാട്ടുന്ന ആർജവത്തിന്റെ 10-1 മതി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ. പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ ഗുരുതരമാക്കി തീർക്കുമ്പോൾ പരാതിയുമായി പോകുന്ന സാധാരണക്കാരായ പൗരന്മാരാണ് പരിഹാസ്യരായിത്തീരുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.